ഒടുവിൽ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിക്ക് അഭിനയിക്കാനുള്ള പച്ചക്കൊടി ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം കാട്ടിയിരിക്കുകയാണ്. ഒറ്റക്കൊമ്പൻ എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിക്കും. ഒറ്റക്കൊമ്പന് വേണ്ടി അദ്ദേഹം താടിയൊക്കെ വളർത്തി ഒരിക്കൽ ഭയങ്കര ആവേശത്തോടെ നടന്നു. എനിക്ക് സിനിമ അഭിനയിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വിവാദങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവച്ചിരുന്നു. മാധ്യമങ്ങളോടും ആ വ്യക്തി അദ്ദേഹത്തിന് അറിയാവുന്ന അടുപ്പക്കാരോടുമൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് അനുമതി കിട്ടിയില്ല. മോദി പറഞ്ഞു, എന്താണ്, നിങ്ങൾ കേന്ദ്രത്തിൽ ഡൽഹിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, ഭരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, നിങ്ങൾ പേഴ്സണൽ സ്റ്റാഫിനെ ഉടനെ തന്നെ നിയമിക്കണം. എന്നിട്ട് ചില സമ്മേളനങ്ങൾക്കൊക്കെ വിടുകയും ചെയ്തു. ഇൻ്റർനാഷണൽ സെമിനാറിനൊക്കെ സുരേഷ് ഗോപിക്ക് അസൈൻമെൻറ്റ് കൊടുത്ത് അങ്ങോട്ട് വിടുകയും ചെയ്തു. സുരേഷ് ഗോപി അവിടെ പോയി നിന്ന് പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. തൃശ്ശൂർ ജനതയോട് നന്ദിയൊക്കെ പറഞ്ഞു ആ വിദേശ സദസ്സിൽ നിന്ന്. അങ്ങനെ സുരേഷ് ഗോപിക്ക് പിടിപ്പത് പണിയാണ് മോദി കൊടുത്തത്. പക്ഷേ ഇപ്പോൾ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം അഭിനയിക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? സുരേഷ് ഗോപി അവിടെ പോയി കരഞ്ഞു പറഞ്ഞത്, ഞാൻ കുറേ പദ്ധതികളൊക്കെ ഇങ്ങനെ ആവിഷ്കരിച്ച് വെച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഒന്നും തികയില്ല. ശമ്പളത്തിൻ്റെ കാര്യം അറിയാമല്ലോ, കേന്ദ്രമന്ത്രിമാർക്ക് കുറച്ചുകൂടി ശമ്പളം കൂടും മന്ത്രിസഭയിലുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ഈ ശമ്പളം കൊണ്ട് മാത്രമൊന്നും ജീവിച്ചു പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് സിനിമ അഭിനയിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ, പുരോഗമനപരമായ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ കരഞ്ഞ് കാല് പിടിച്ചു കേന്ദ്ര നേതൃത്വത്തിൻ്റെ. അപ്പോൾ ഒടുവിൽ പറഞ്ഞു, ശരി നിങ്ങൾ പോയി അഭിനയിച്ചോളൂ. അതിന് 8 ദിവസത്തെ അനുമതിയാണ് കൊടുത്തിട്ടുള്ളത്. 8 ദിവസം മാത്രമാണ് സുരേഷ് ഗോപിക്ക് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി കൊടുത്തത്. തിരുവനന്തപുരത്താണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. അപ്പോൾ വീണ്ടും ആദ്യം ഈ ദേഷ്യമൊക്കെ വന്നിട്ട് അത് കിട്ടുന്നില്ല. എന്താണ്, അനുമതി കിട്ടാത്തതുകൊണ്ട് ദേഷ്യം വന്ന് താടിയൊക്കെ ആദ്യം വടിച്ചു കളഞ്ഞു. മുമ്പാണല്ലോ, കുറച്ച് നാൾ മുമ്പാണ് സിനിമ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തിരുന്നത്. അത് നടക്കാതെ പോയപ്പോൾ സുരേഷ് ഗോപിക്ക് തന്നെ അരിശം മൂത്ത് താടിയൊക്കെ വടിച്ച് വേറെ തരത്തിലൊക്കെ ആയി. പിന്നെ വീണ്ടും താടി വളർത്തിയിട്ട് വീണ്ടും കരഞ്ഞ് കാല് പിടിച്ച് അനുവാദം വാങ്ങി ഇപ്പോൾ ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും. ഇദ്ദേഹത്തിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് 9 കോടി രൂപയാണ്. 9 കോടി രൂപയ്ക്ക് പുറമെ 2 കാരവാൻ കൊടുക്കണം. പിന്നെന്താണ്, ഒരു കാരവാനിൽ ഇദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ പണിയെടുക്കും, ഒരു കാരവാനിൽ ഇദ്ദേഹത്തിനും. അങ്ങനെ ഇത്രയധികം സൗകര്യങ്ങളാണ് സിനിമാ നിർമ്മാതാവ് സുരേഷ് ഗോപിക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്. ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു നടൻ, അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള അല്ലെങ്കിൽ സിനിമയോടുള്ള പ്രണയം, ഇഷ്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. പക്ഷേ ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ പോകുമ്പോൾ 2 വരുമാനമൊക്കെ ആകാമോ എന്ന ചോദ്യങ്ങളൊക്കെ കോടതിയിൽ ഉയരാനുള്ള സാധ്യത ഉണ്ട്. ഏതായാലും പാർട്ടി പച്ചക്കൊടി കാണിച്ചു. പക്ഷേ ഇപ്പോഴും മോദി പച്ചക്കൊടി വീശിയിട്ടില്ല സുരേഷ് ഗോപിക്ക്. മോദിയുടെ അനുമതി കൂടി കിട്ടിയാൽ മാത്രമേ സുരേഷ് ഗോപിക്ക് വന്ന് അഭിനയിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് നിലവിലെ സ്ഥിതി.